നീലക്കൊടുവേലി പൂക്കുന്ന കാനന ഭംഗികളിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാർ ഇവിടെ എത്തുന്നത് വലഞ്ചുഴി ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ തന്നെയാണ്. അച്ചൻകോവിലാർ ക്ഷേത്രത്തിന് 3 വശങ്ങളിൽ കൂടി വലം വച്ചൊഴുകുന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് വലഞ്ചുഴി എന്ന പേര് വന്നതും. പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം. പ്രകൃതി വരച്ചിട്ട ഹരിതാർദ്രമായ ചിത്രങ്ങളിലൊന്നാണ് വലഞ്ചുഴി ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും. ഇവിടുത്തെ ഭൂമിയും മാനവും മരങ്ങളും പൂക്കളും ഇലകളുമൊക്കെ ദേവീമന്ത്രം ഉരുവിട്ട് ധ്യാനത്തിലാകുമ്പോൾ അച്ചൻകോവിലാറിന്റെ ആത്മീയ താളങ്ങളിലേക്ക് നോക്കി ദേവിയുടെ ചെറുപുഞ്ചിരി. ഇവിടുത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിൻ്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സുന്ദരഭൂവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ലളിതമായ രൂപസൗന്ദര്യമാണ്. അതിപുരാതനമായ ബലിക്കല്ല് ലോഹത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ തൂണുകളിലും ലോഹം പൂശിയിരിക്കുന്നത് വളരെ ആകർഷണീയമാകുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ പടികളിലും വശങ്ങളിലും ലോഹം പൂശിയിരിക്കുന്ന കാഴ്ച ചതുര ശ്രീകോവിലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വലഞ്ചുഴി ദേവിയെ ദർശിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെയിലൊളികൾ വീണ് സ്വർണപ്രകാശം വിതറുന്ന അഷ്ടദിക്പാലകന്മാരെയും നിർമാല്യധാരിയെയും കാണാം. നാലമ്പലത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികളിൽ കൂടി നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഉരുമ്മി വരുന്ന കാറ്റിന് അത്യപൂർവമായ ഔഷധ സുഗന്ധമാണ്. അങ്ങനെ വലഞ്ചുഴി ദേവീ ദർശനം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നിത്യചൈതന്യത്താൽ നിരന്തരം ശുദ്ധീകരിച്ച് സ്വാസ്ഥ്യത്തിൽ എത്തിക്കുന്നു. 1000-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഇവിടത്തെ മൂലപ്രതിഷ്ഠ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വാളും ചിലമ്പും ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിഗ്രഹ അനുശക്തികൾ ഒരുപോലെ നിലകൊള്ളുന്ന വലഞ്ചുഴി ഭഗവതിയെ അറിഞ്ഞു വിളിക്കുന്നവർക്ക് ആശ്രയമായതിന് അനുഭവസാക്ഷ്യങ്ങൾ നിരവധിയാണ്. കേരളത്തിൽ ഒരു കാലത്ത് മാരകമായി പടർന്നു പിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിത്തും കലവും സമർപ്പിക്കുന്നത് ശാന്തിഹേതുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും രോഗവിമുക്തിക്കായി വിത്തും കലവും വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ദക്ഷിണ കേരളത്തിൽ വിസ്തൃതമായ ക്ഷേത്രക്കാവുള്ള ക്ഷേത്രങ്ങളിൽ ഗണനീയ സ്ഥാനമാണ് വലഞ്ചുഴി ക്ഷേത്രത്തിനുള്ളത്. നിബിഡമായ ക്ഷേത്രക്കാവിൽ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ 100 പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. മകരമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്.
സന്താനഭാഗ്യത്തിനായി തൊട്ടിലും കുട്ടിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മംഗല്യഭാഗ്യത്തിനായി താലി ചാർത്തിക്കുന്നതും വിശേഷാൽ വഴിപാടുകളാണ്. മങ്കമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. ഈ വേളകളിൽ തിടമ്പിലേറിയ ദേവീരൂപം വാദ്യമേളങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കടുത്തേക്ക് എഴുന്നള്ളുന്നു. തിടമ്പിലേറി വരുന്ന ദേവിയെ കണ്ട് പൊങ്കാല ദേവിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിച്ച് ഭക്തജനങ്ങൾ ദർശനപുണ്യം നേടുമ്പോൾ പ്രശസ്തമായ വലഞ്ചുഴി പൊങ്കാലയ്ക്ക് സമാപനമാകുന്നു. വലഞ്ചുഴി ദേശത്തിന്റെ ആകാശ നീലിമകളിൽ സ്വർണ്ണ മന്ദാരങ്ങളുടെ നിറം പടർത്തി സൂര്യഭഗവാൻ യാത്ര ചോദിക്കവേ സായാഹ്ന പൂജകൾക്കായി വലഞ്ചുഴി ദേവിയുടെ തിരുനട തുറന്ന് മണികൾ മുഴങ്ങി. പങ്കജവാസിനി ദേവസുപൂജിത. ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഈ മനോഹാരിതയിലെ ഇലകളും പൂക്കളും മരങ്ങളും പുഴയ്ക്കുമീതെ ഉരുണ്ടു വീഴുന്ന ചെറുകാറ്റുമൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ ചരാചരങ്ങളുടെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം, ആത്മാവിന്റെ നീലസരസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീരൂപത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത് പോലെ. ആദിലക്ഷ്മി സദാ പാലയമാ. ദീപങ്ങൾക്ക് നടുവിൽ അലങ്കാര പൂജകൾ കഴിഞ്ഞ് തൂമന്ദഹാസവുമായി നിൽക്കുന്ന സുന്ദരരൂപിണിയായ ദേവി. ഈ ദർശന സൗഭാഗ്യം ഏതോ ജന്മാന്തര പുണ്യം പോലെ ആത്മാവിന് സായുജ്യമാകുമ്പോൾ, ദേവി നിന്റെ പുണ്യദർശനം എൻ്റെ ആത്മാവിൽ തെളിയിച്ച നിലാവഴികളിലൂടെ പരമാത്മാവിനെ തേടിയുള്ള എൻ്റെ യാത്ര തുടങ്ങുകയായി. മന്ത്രനിവാസിനി മന്ത്രനുതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിതപാദയുതേ. ജയ ജയ ഹേ